തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുമായിട്ടുണ്ടാക്കിയ ഒരു ആത്മബന്ധം വളരെ വലുതായിരുന്നു. അത് രാഹുൽ ഗാന്ധി പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന് വൈകാരികമായിട്ട് വയനാടിനോടുള്ള അടുപ്പം. അതുകൊണ്ട് തന്നെ അദ്ദേഹം 5 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് മാറി മറ്റൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനകത്ത് അതേറെ പ്രയാസമുണ്ടാക്കുന്ന, വേദന ഉളവാക്കുന്ന ഒന്നാണ്. പക്ഷെ ആ പ്രയാസവും സങ്കടവും ഒക്കെ മാറ്റുന്ന ഒരു തീരുമാനമാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും പാർട്ടിയുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം ശ്രീമതി പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ വളരെ ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെയുള്ള രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് കൂടെ നിന്ന് പ്രവർത്തിച്ച പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് വയനാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് മുന്നോട്ട് പോകേണ്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗം വയനാട്ടിൽ നിന്നാകുന്നു എന്നുള്ളത് ആവേശം നൽകുന്ന ഒന്ന് തന്നെയാണ്. അനിൽകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകളിലേക്കൊന്നും പോകാതെ തന്നെ ഇത്തരം തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ പാർട്ടി ഇനി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ്. ആ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ആദ്യഘട്ടങ്ങളിൽ പലരും പറഞ്ഞത്, മാധ്യമങ്ങൾ ഉൾപ്പെടെ, 2ാം തവണ വരുന്ന രാഹുൽ ഗാന്ധിക്ക് എന്തുമാത്രം പിന്തുണ ഉണ്ടാകുമെന്നുള്ളത്. പക്ഷെ ആ കണക്കൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ട് നല്ലൊരു മെജോറിറ്റിയോട് കൂടിയാണ്, നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ്, പോളിംഗ് ശതമാനം കുറഞ്ഞിട്ട് പോലും രാഹുൽ ഗാന്ധിക്ക് വലിയ വിജയമാണ് വയനാട്ടിലെ ജനങ്ങൾ നൽകിയത്. അത് കാണിക്കുന്നത് ആ വൈകാരികമായ ജനങ്ങൾക്കുള്ള അദ്ദേഹത്തോടുള്ള താല്പര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം തന്നെ നടത്തി തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നിൽക്കുകയാണ്. ഇനി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ തീർച്ചയായിട്ടും സമയമെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ നല്ലൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും നല്ല പ്രകടനം കാഴ്ചവെക്കുവാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.